അവൾ പോകാൻ തീരുമാനിച്ചപ്പോ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയിട്ട് പോയത്, അതൊന്നും എനിക്ക് ക്ഷമിക്കാനും ആവില്ല. തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായതുകൊണ്ടല്ലേ അവൾ നമ്മളെയൊക്കെ വിട്ടിട്ട് പോയത്. പക്ഷെ അതിന്റെ പേരിൽ നിങ്ങളോടൊന്നും എനിക്ക് ദേഷ്യമൊന്നുമില്ല. ചേച്ചിയുടെ പേരും പറഞ്ഞ് നിങ്ങളെ ആരെയും ദ്രോഹിക്കാനും എനിക്ക് ആഗ്രഹമില്ല. ഏട്ടൻ പറയുന്നതൊന്നും ശരിയല്ല. എന്റെ ചേച്ചി തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നും മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവളാ ചേച്ചി. അപ്പൊ സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിൽ മാറ്റി ചിന്തിക്കോ? നമ്മൾ ആരും മനസ്സിലാക്കാത്ത മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്തുണ്ടാവും. അതറിയാൻ ശ്രമിക്കാണ്ട് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ട കാഴ്ചകളും ചെവി കൊണ്ട് കേട്ട കാര്യങ്ങളും മാത്രം വിശ്വസിച്ച് നമ്മൾ ചേച്ചിയെ തെറ്റിദ്ധരിക്കുകയല്ലേ? വാട്ടവർ, ചതിച്ച് തുലച്ചിറങ്ങിപ്പോയ മേഘനയെ പറ്റി തൽക്കാലം നമുക്കിടയിൽ ഡിസ്കഷൻ വേണ്ട ചാരു. ദയവേത് മറ്റെന്തെങ്കിലും സംസാരിക്കും. ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് ആ ദൈവം നല്ല ശിക്ഷ തന്നെ അവൾക്ക് കൊടുത്തതെന്ന് ഞാൻ വിചാരിക്കുക. ഇന്നീ ഭൂലോകത്തുണ്ടാവുള്ളൂ. ഇല്ലാത്തൊരാളെ കുറിച്ച് എന്തിനു നമ്മൾ സംസാരിക്കണം? ചേച്ചി മരിച്ചു പോയെന്നുള്ളതും എന്തുകൊണ്ടോ എന്റെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഏട്ടാ. എവിടെയോ കാണാമറിയത്ത് ഒളിഞ്ഞിരിപ്പുണ്ടാവുന്നുള്ളൊരു തോന്നല. നമ്മളെ ആരെയും കാണാൻ വരാതിരിക്കുന്നതാവും. ഒരു പക്ഷെ ഇത് സത്യമാണെങ്കിലോ? ചേച്ചിയോട് നീ കാണിക്കുന്ന സ്നേഹം തെറ്റല്ല, പക്ഷേ ഈ ഭ്രാന്തമായ സ്നേഹം ആപത്താ. ലോകം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു സത്യം നീ എന്താ അക്സെപ്റ്റ് ചെയ്യാത്തെ? മിഥുനേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. അന്ന് ആ ബസ് ആക്സിഡന്റിൽ മരിച്ചു പോയവരുടെ മൃതദേഹങ്ങളെല്ലാം കിട്ടിയായിരുന്നു. പക്ഷേ ചേച്ചിയുടെ ബോഡി മാത്രം കിട്ടാത്തത്. അപ്പൊ തൊട്ടാ ആ കാര്യത്തിൽ എനിക്കൊരു സംശയം തോന്നിയത്. നിന്റെ ഈ വിശ്വാസം ചിലപ്പോൾ നിന്നെ രക്ഷിക്കാൻ ഉതകുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ചക്കി കഴിക്കേ. ചക്കി, മോൾക്ക് ഞാൻ വാരി തരട്ടെ? ശരിക്കും ലക്കി ആന്റി. അതെന്താണാവോ? സ്നേഹത്തോടെ അടുത്തിരുന്ന് കഴിപ്പിക്കാൻ ചിക്കുവിന് അമ്മയുണ്ടല്ലോ. ചിക്കു എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സുഖം കിട്ടുമായിരുന്നോ? എന്റെ അമ്മയാണെങ്കിൽ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അമ്മ കഴിപ്പിച്ച ഇങ്ങനെ ആയിരിക്കുമല്ലേ? അമ്മയെക്കുറിച്ച് ചിക്കു പറയുമ്പോഴൊക്കെ എനിക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി. എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ സ്കൂളിൽ നിന്ന് വരുമ്പോ പിടിച്ചിരുത്തി കഴിപ്പിക്കുമായിരുന്നോ? ഞാനും മോളുടെ അമ്മയെ പോലെ തന്നെയല്ലേ ചക്കി. ഇനി നിനക്ക് അമ്മയുടെ ഓർമ്മ വരുമ്പോഴൊക്കെ നീ ഇങ്ങോട്ടേക്ക് പോര്. നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. വിഷമിക്കല്ലേ? താങ്ക് യു സോ മച്ച് ആന്റി. ചാരു, ഇറങ്ങും. ഇതാണോ മിഥുനേട്ട ചിക്കുവിന്റെ വീട്? മിഥുനേട്ടൻ എങ്ങനെ അറിയാം? അവനാ അർജുന്റെ മോനാ, ദേവരാജന്റെ കൊച്ചുമോൻ. അർജുന്റെ വീട് എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാവുന്നതാ. ചെല്ല്, ചെന്ന് ചക്കയെ വിളിച്ചോണ്ട് വാ. ശരി. ആരെ കാണാൻ വന്ന മോളെ? ചിക്കുവിന്റെ ഫ്രണ്ട് ചക്കി ഇങ്ങോട്ട് വന്നിരുന്നില്ലേ? അവളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ.
എല്ലാവരും ഇവിടെ ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ചെല്ല്. ഉം. അമ്മേ മിസ് ഇരിക്കെ. ഉം. അയ്യോ എന്റെ ചിക്കു. ഷർട്ട് ഇടാൻ ഇത്രയും വളർന്നിട്ട് നീ പഠിച്ചിട്ടില്ല അല്ലേ? വയസ്സ് 5 ഉള്ളെങ്കിലും 50 വയസ്സായ കിളവന്റെ വർത്താനം പറയാൻ അറിയാം. പക്ഷെ മര്യാദയ്ക്ക് ഒരു ഷർട്ടിന്റെ ബട്ടൺ ഇടണമെങ്കിൽ അമ്മയുടെ സഹായം വേണം. ഷർട്ട് ഇടുന്നതിന് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ അമ്മ തന്നെ വന്ന് ഇട്ട് തരുന്നില്ലേ? എല്ലാം അമ്മ തന്നെ ചെയ്തു തന്നാ ഇതൊക്കെ ചെയ്യാൻ ഞാൻ എപ്പോഴാ അമ്മ പഠിക്കാൻ പോകുന്നേ? ഇതൊക്കെ പഠിക്കാൻ ഇനി ഒരുപാട് കാലമുണ്ട്. ഇങ്ങനെ തിരക്കിട്ടിട്ട് പഠിക്കേണ്ട ഒരു കാര്യമില്ല. എപ്പോഴാ അത്? കാത്തിരിക്കുന്നത് ബോറിങ്ങാ. എന്റെ ജോലികളൊക്കെ തന്നെത്താനെ ചെയ്യാനാ ചിക്കുമോന് ഇഷ്ടം. കേട്ടല്ലോ? ഒന്ന് പെട്ടെന്ന് കഴിക്ക് ചക്കി. പുറത്ത് നിന്റെ അച്ഛൻ കാത്തു നിൽക്കുക. ക്ഷമ കിട്ട് ഹോൺ അടിക്കുന്നത് കേട്ടില്ലേ? ഇനി നിന്ന് അങ്ങേര് ഇങ്ങോട്ടേക്ക് വരും. ഭക്ഷണം കഴിക്കുമ്പോഴേ വെപ്രാളപ്പെട്ട് വാരി വലിച്ച് വായിലിട്ട് വിഴുങ്ങാൻ പാടില്ലെന്ന് ചാരു മിസ് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ള? മിസ് എന്താ അത് മറന്നുപോയെ? എന്നിട്ടിപ്പോ എന്തിനാ എന്നെ ഇങ്ങനെ വെപ്രാളപ്പെടുത്തുന്നേ? ഞാൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞതാണ് ഞാൻ. എന്നാ പിന്നെ പറഞ്ഞത് ഞാനിങ്ങനെ തിരിച്ചെടുത്തു. ചെല്ലപ്പൻ ചേട്ടാ, ചെല്ലപ്പൻ ചേട്ടാ. ഈ ശബ്ദം എനിക്ക് നല്ല പരിചയമാണല്ലോ. എന്താ മേഘ കുഞ്ഞെ? പുറത്താരാണാവോ ഇങ്ങനെ കിടന്ന് ഹോണടിക്കുന്നത്? ചക്കിമോളെ വിളിച്ചുകൊണ്ടുപോകാനായിട്ടേ അവിടെ അവളുടെ അച്ഛൻ വന്നിട്ടുണ്ട്. അങ്ങേരാ പുറത്തുനിന്ന് ഇങ്ങനെ ഹോണടിക്കുന്നത്. എന്റെ അമ്മോ, അപ്പോഴേക്ക് മോളെ കൊണ്ടുപോവാൻ മൂഷാട്ടങ്കൾ കാറുമായിട്ട് വന്നല്ലേ? മോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാ അപ്പോ അയാൾക്ക് കുരു പൊട്ടും. ഈ ലോകത്ത് വേറെ ആരുടെയും വീട്ടില് പിള്ളേരില്ലാത്ത പോലെയാ ചില സമയത്ത് മൂഷാട്ടങ്കളുടെ ബിഹേവിയർ. ഇതെന്താ ചിക്കു, നീ എന്തൊക്കെയാ അങ്കിളിനെ കുറിച്ച് പറയുന്നേ? അങ്ങനെ നിനക്ക് നേരത്തെ അറിയോ? അയ്യോ, എനിക്ക് അറിയാം അമ്മേ. ഇപ്പൊ മൂഷാട്ടങ്കളിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാലേ എന്റെ മൂഡ് ബാഡ് ആവും അമ്മേ. ഇപ്പൊ ഞാൻ നല്ല സന്തോഷത്തിലാ. വെറുതെ അമ്മ എന്നെ ഡാർക്കൊക്കെ നോക്കല്ലോ.
അമ്മേ ഇത് ഞാൻ തന്നെ ഇട്ടോളാം. അമ്മ ചെന്ന് ചക്കിയെ പറഞ്ഞേക്ക്. വേണമെങ്കിൽ അമ്മയെ വിളിച്ചോട്ടോ. ശരി അമ്മേ. ചക്കി, ഹായ് അച്ഛാ. നമുക്ക് ഇറങ്ങാം. ആന്റി വന്ന ഉടനെ പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം അച്ഛാ. അതൊന്നും വേണ്ട, നമുക്ക് ഇറങ്ങാം. ശരി അച്ഛാ. യഥാർത്ഥത്തിൽ ആ ടെൻഡർ കോട്ട് ചെയ്ത് അർജുനല്ലാന്നാണ് ഞാൻ അറിഞ്ഞത്. അയാളുടെ അടുത്ത് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാ. അർജുന്റെ കൂടെയുള്ള പെണ്ണാരാണെന്നൊന്ന് അറിയണമല്ലോ. അച്ഛാ എന്താ പോന്നില്ലേ? വാ അച്ഛാ. ചെല്ലപ്പൻ ചേട്ടാ, എന്താ മേഘക്കുഞ്ഞെ? ചക്കി ഇവിടെ പോയി? അങ്ങേരെ അകത്ത് കയറി ഒന്ന് വിളിച്ചോണ്ട് പോകുന്ന കണ്ടു. അയ്യോ, ആ കുട്ടി കഴിക്കാൻ എടുത്തത് പോലും വെച്ചിട്ട് പോയി കളഞ്ഞല്ലോ. അവർക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം കാണും കുഞ്ഞെ. എത്ര നേരാന്നറിയോ അങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരുന്നേ. സാരല്ല, പോട്ടെ. ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം. ഡ്രൈവറോട് കാർ ഒന്ന് ഇറക്കി നിർത്താൻ പറ. ആയിക്കോട്ടെ കുഞ്ഞെ. വിവേക്, ചക്കി സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ നീ എന്തിനാ മിഥുനെ പറഞ്ഞയച്ചേ? നിനക്ക് പോയാ പോരായിരുന്നോ? ഞാൻ പോകാന്ന് തന്നെ കരുതിയിരുന്ന വല്യമ്മേ. അപ്പോഴാ ഏട്ടൻ പൊക്കോളാന്ന് പറഞ്ഞേ. ചക്കിയെ പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും ദിവസം ഇവനെ അങ്ങോട്ടേക്ക് അയച്ചാലേ ഇവൻ അവിടെ ചെന്ന് ആ ചാരുവിനെയും പഞ്ചാരടിച്ചോണ്ടിരിക്കും. നമ്മളായിട്ട് എന്തിനാ അതിനൊരു വഴിയൊരുക്കി കൊടുക്കുന്നേ? അല്ല, എല്ലാം അറിഞ്ഞോണ്ട് തന്നെയാണോ അരുണിമേച്ചി ഇതൊക്കെ ചെയ്യുന്നേ? അതോ ആ ദരിദ്രവാസി പെണ്ണിന്റെ കയ്യിലോട്ട് ഇവനെ പിടിച്ച് ഏൽപ്പിക്കാനാണോ മനഃപൂർവ്വം ഇതൊക്കെ ചെയ്യുന്നേ? പ്രിയമതേ, ഇനി എത്ര കാലമെന്ന് വെച്ച് നീ ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നേ? മറ്റൊരു കല്യാണത്തിന് തയ്യാറാകാതെ അവൻ അവൾക്ക് വേണ്ടിയല്ലേ കാത്തിരിക്കുന്നേ? ചാരുവും വിവേകിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. നമ്മൾ മൂത്തോര് വേണ്ടാതെ മനസ്സറിഞ്ഞ് നടത്തി കൊടുക്കാൻ വെറുതെ ഇങ്ങനെ തടസ്സം നിൽക്കുന്നത് എന്തിനാ? ദേഹത്ത് പുരണ്ട അഴുക്ക് കഴുകി കളയാൻ ചെളിവെള്ളത്തിലേക്ക് എടുത്ത് ചാടും പോലെ ഇത്രയും നാൾ ഈ കുടുംബത്തിന് മൊത്തം മേഘനെന്ന് ആ മാലിന്യം പുരണ്ടത് പോരാഞ്ഞിട്ടാണോ? ഇപ്പൊ ആ ചാരുനെയും കൂടെ വിളിച്ചോണ്ട് വന്ന് കുടുംബം മൊത്തം ചെളിവെള്ളത്തിൽ മുക്കിയെടുക്കാൻ. ദേ പ്രിയമ്പതേ, മേഘനയെ കുറിച്ച് നീ പറയുന്നത് അതിര് കിടക്കുന്നു. അവള് കാരണം നമുക്കുണ്ടായ നന്മകളെ കുറിച്ച് നീ മറക്കുന്നു. ഓർമ്മിക്കാനും മാത്രം അവൾ എന്താ ചെയ്തേക്കുന്നേ? ആ മേഘന കാരണം ഈ കുടുംബം ഒരിക്കൽ പെരുവഴി ആധാരം ആവേണ്ടതായിരുന്നില്ലേ? ആ മേഘന കാരണം ഏകദേശം നമ്മുടെ കമ്പനി കൈവിട്ടു പോയത് നിങ്ങളെല്ലാവരും മറന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ മറന്നിട്ടില്ല ചേച്ചി. എന്നിട്ടിപ്പോ അവളുടെ അനിയത്തി ചാരുനെ ഈ വീട്ടിലെ ഇളയ മരുമകളായി കൂട്ടിയിട്ട് ഉള്ള പേരും കൂടെ നശിപ്പിക്കാനാണോ നിങ്ങൾ എല്ലാവരും കൂടി എന്റെ മോനെ ബലിയടാക്കുന്നേ? പറ്റുന്നുണ്ടെങ്കിൽ വിവേകിന്റെ ചാരുവിന്റെ കല്യാണ കാര്യം പറഞ്ഞോണ്ട് എന്നെ ആരും ബുദ്ധിമുട്ടിക്കാതിരുന്ന വലിയ ഉപകാരമായിരുന്നു. എന്നാ ഞാൻ വീട്ടിലോട്ട് പോയിക്കോട്ടെ മിഥുനേട്ടാ. അയ്യോ, ഞാൻ നിന്റെ കാര്യം വിട്ടുപോയി. നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അച്ഛാ, ചാരു മിസ്സും എന്റെ കൂടെ ബർത്ത്ഡേ ഫംഗ്ഷനിലേക്ക് വരുന്നുണ്ടെന്നാ പറഞ്ഞേ. ബർത്ത്ഡേ ഫംഗ്ഷനോ? ആരുടെ? എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഫംഗ്ഷനാ.
അച്ഛന് ഞങ്ങളുടെ കൂടെ ബർത്ത്ഡേ ഫംഗ്ഷനിലേക്ക് വരണം കേട്ടോ. നിന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് ഞാൻ എന്തിനാ വരുന്നേ? പ്ലീസ് അച്ഛാ. ശരി, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ആലോചിക്കാം. നീ ആദ്യം ചെന്ന് ഫ്രഷ് ആവാൻ നോക്ക്. ശരി അച്ഛാ. നിക്ക്. എന്തിനാ അച്ഛനോട് ബർത്ത്ഡേ ഫംഗ്ഷനാന്ന് നുണ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ അച്ഛൻ ഫംഗ്ഷന് വരുമെന്ന് തോന്നുന്നുണ്ടോ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവില്ലേ? അപ്പൊ ദേഷ്യപ്പെട്ടാലോ? അച്ഛൻ ദേഷ്യപ്പെട്ട് എങ്ങനെ കൂളാക്കണോന്ന് എനിക്ക് അറിയാലോ മിസ്സേ. എന്നാ ശരി മിസ് വാ. മിസ് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാനല്ലേ കൂടെയുള്ള, ധൈര്യമായിട്ട് വാ. എടി ചാരു, നിക്കവിടെ. നിന്റെ തൊലി എന്താടി കാണ്ടാമൃഗത്തിന്റേതാണോ? എത്ര ആട്ടിപ്പാച്ചിട്ടും നാണോ ഇല്ലാണ്ട് പിന്നെ ഇങ്ങോട്ട് കേറി വരാൻ. മനുഷ്യരോട് ഒരു വട്ടം പറഞ്ഞ കാര്യം മനസ്സിലാക്കിക്കോളും. പക്ഷെ ഒന്ന് നിർത്തുന്നുണ്ടോ? ചാരു, പ്രിയമത പറഞ്ഞതൊന്നും കാര്യമൊക്കട്ട. ചെറിയച്ചാ, നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റിനോട് എന്താ ചെറിയച്ചനൊന്നും മിണ്ടാത്തെ? ഹായ് ചാരു. അയ്യേ, ഇതെന്താ ചെറിയച്ച? ആദ്യമായിട്ട് കാണുന്നവരോടൊക്കെ അല്ലേ ഹായ് പറഞ്ഞു തുടങ്ങേണ്ടത്. ഇതിപ്പോ കാലത്ത് കണ്ടതല്ലേ ചെറിയച്ചൻ? അയ്യോ സോറി ചെറിയച്ച, പ്ലീസ്. എന്താ ചാരു ഈ വഴിക്കൊക്കെ? ഞാനും ചാരു മിസ്സും അച്ഛനും കൂടി ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോവാ. അതുകൊണ്ടാ ടീച്ചറെ ഞാൻ കയ്യോടെ ഇങ്ങോട്ട് കൂട്ടിയെ. കുട്ടിപ്പിശാശ്, സ്കെയിലിന്റെ നീളം പോലും ഇല്ല. ലോകത്തെ ചവറെല്ലാം വീട്ടിൽ കയറ്റി കൊണ്ടുവന്നോളൂ. കുപ്പയ്ക്കകത്ത് വലിച്ചെറിഞ്ഞതിനെ മാലയാക്കി കഴുത്തിലിട്ടുകൊണ്ട് വന്നേക്കുന്നു. മിഥുൻ, ആരുടെ ബർത്ത്ഡേ ഫംഗ്ഷനാടാ? ചക്കിയുടെ ഒരു ഫ്രണ്ടിന്റെ എന്നാ പറഞ്ഞേ. എന്നെയും കൊണ്ടേ പോകുന്നുള്ള തീരുമാനത്തില. പ്ലീസ് അച്ഛാ, അച്ഛനുണ്ട് എനിക്കൊരു ധൈര്യല്ലേ. അച്ഛൻ വരണം. ശരി. ഇതെന്താ ചക്കി? നിന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് എന്നെ കൂടെ കൂട്ടുന്നില്ലേ ചക്കി? ചെറിയച്ഛനില്ലാണ്ട് ഞാൻ പോകുന്നു. നീ എന്തിനാ സഞ്ജനയുടെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുന്നേ? ചാരുവിന് കൊടുക്കാനാ മമ്മി. നാണോ മാനോ ഇല്ലാടാ നിനക്ക്? വഴിയെ പോയ കൊടിച്ചു പട്ടികൻ എന്തിനാടാ തോളെ കയറ്റി നടക്കുന്നേ? നിന്റെ ജീവിതത്തിനോ നമ്മുടെ കുടുംബത്തിനോ സെറ്റാവുന്ന തരക്കാരി അല്ലടാ പെണ്ണ്. അവളെ അവളുടെ പാട്ടിന് വിടാൻ നോക്കിക്കോ. മോം, ഇന്നല്ലെങ്കിൽ നാളെ മോം സമ്മതിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. മോമിനെ വിഷമിപ്പിക്കാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം അത് മോമ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ചാരുവിന് ഒരു താലി കെട്ടി കൊടുക്കാൻ എനിക്കധികം സമയമൊന്നും വേണ്ട.